ചങ്ങായിമാരെ, എനിക്ക് മുത്തുപ്പേട്ടയിൽ ഉള്ള സമയത്ത് എനിക്ക് അവിടുന്ന് കിട്ടിയ ചങ്ങായിമാരാണ് ഈ പറഞ്ഞ മംഗലാപുരംകാരായ 5 പേര്. ഇവരെ കൂടെയാണ് ഞാനിങ്ങനെ യാത്ര പോകുന്നത്. അപ്പം ഇവരെ കാറിലാണ് യാത്ര. അങ്ങനെ ഞങ്ങളെന്ത് ചെയ്ത് അവിടെ അടുത്തുള്ള വേളാങ്കണ്ണി എന്ന് പറഞ്ഞ ചരിത്രപ്രസിദ്ധമായ ഒരു ക്രിസ്ത്യൻ ചർച്ചാണ്. ആ ചർച്ചിലേക്ക് പോവുകയും അത് നിങ്ങളിലേക്ക് പകർത്തുകയാണ് ചെയ്യുന്നത്. ഞാനും എൻ്റെ കൂടെയുള്ള 2 പേരും, ഇവർ 2 പേരും മാത്രമേ പുറത്തിറങ്ങിയിരുന്നു. കാരണം വെയിലാണ്. ആ വെയിലിന് പുറത്തിറങ്ങുക തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെങ്കിൽ നമ്മൾ വന്ന സ്ഥിതിക്ക് ഇതൊക്കെ കാണണം എന്നുള്ള നിലക്ക് നമ്മൾ 2 പേര് പുറത്തിറങ്ങി. അങ്ങനെ 3 പേര് കാറിൽ കടന്നുറക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ആ പോകുന്ന സമയത്ത് ഞാൻ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ടാകും. കുറേ ആൾ നേർന്നുകൊണ്ട് നടക്കുന്ന കാണാം വീഡിയോയിൽ തന്നെ. ഈ മണലിലൂടെയാണ് നടക്കുന്നത് നട്ടുച്ചയ്ക്ക്. അപ്പോൾ പിന്നെ ഞാൻ കണ്ടത് ഇത് ഗവൺമെൻറ്റിൻ്റെ ഏതോ ഒരു നാട്ടിലെ മധുരയോ അങ്ങനെ എന്തോ സ്ഥലത്തിൻ്റെ പേര്, മധുര ഗവൺമെൻറ്റിൻ്റെ ഏതോ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ അവർ ഉണ്ടായിരുന്നു, അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇത് കാണാൻ നല്ല രസമാണ്. ഫുള്ള് വൈറ്റായിട്ട് നമ്മളെ താജ്മഹലിലും പോലെ അത്ര എന്താ പറയുക, നല്ല കാണാൻ കാഴ്ചയുണ്ട്. ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കയറിപ്പോയി. അപ്പോൾ അവിടെ ഫാദേഴ്സ് എന്തൊക്കെയോ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു. അതിന് ശേഷം നേരെ തിരിച്ചു. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന പോക്കിന് കണ്ടൊരു സാധനമുണ്ട്, യേശുവിൻ്റെ ഒരു സ്റ്റാച്ചു. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് നടന്നപ്പോൾ നമ്മൾ അവിടെ എത്തിച്ചേർന്നു. അപ്പോൾ ഭയങ്കര വെയിലാണ്. ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല സ്പേസാണ്, ചുറ്റിനിരിക്കാൻ പാർക്കുകൾ പോലെ. അതേപോലെ കോൺവെൻറ്റുകളുണ്ട്. അതേപോലെ നമുക്ക് താമസിക്കാൻ ഉള്ള സ്ഥലങ്ങളുണ്ട്. താമസിക്കാൻ സ്ഥലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കോസ്റ്റിൽ അവിടെ താമസിക്കാൻ പറ്റും. അത്രക്കും ചെറിയ കോസ്റ്റിൽ നമുക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. എവിടുന്നൊക്കെയോ ആളുകൾ വരുന്നുണ്ട്, തമിഴ്നാട്ടിലെ നാനാഭാഗത്തു നിന്നും. അതേപോലെ കേരളത്തിലുണ്ടാവാം. അതേപോലെ പല ഭാഗത്തു നിന്നും ആളുകൾ വരുന്നുണ്ട്. ഒരുപാട് സ്റ്റാച്ചുകളുമായിട്ട് നിറഞ്ഞു എല്ലാ സൈഡിലും. അപ്പോൾ അവർക്ക് നല്ല ഫോട്ടോ എടുക്കണമെന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. അപ്പോൾ നല്ല ഫോട്ടോ എടുത്ത് അവിടെ പോയിട്ട്. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേളാങ്കണ്ണി കാണാൻ തന്നെ നല്ല കാഴ്ച, ചരിത്രപ്രസിദ്ധമായ സ്ഥലമാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എപ്പടി ഇരിക്ക്. ഒരുപാട് ആളുകൾ കാണാൻ ആഗ്രഹിച്ച സ്ഥലമായിരിക്കും, പോകാൻ ആഗ്രഹിച്ച സ്ഥലമായിരിക്കും. ക്രിസ്ത്യൻ മതവിശ്വാസികളും അതേപോലെ മതം പ്രശ്നമൊന്നുമില്ല, എല്ലാവർക്കും പോകാൻ പറ്റും. ഞാൻ മുമ്പ് പഠിച്ചത് ഡീപോൾ കോളേജാണ്. അവിടുന്ന് ഞാൻ പല കോളേജുകളിൽ നിന്ന് പോകുന്ന സമയത്തും അല്ലെങ്കിൽ ഞാൻ കോളേജിൻ്റെ ട്രിപ്പ് പോകുന്ന സമയത്ത് ഒരു ഫാദേഴ്സ് താമസിക്കുന്ന സ്ഥലത്താണ് കടന്നുറങ്ങിയത് തന്നെ. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അച്ഛന്മാരുടെ ക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ താമസിച്ചു. അതിനുശേഷം എന്താ പറയുക, പിറ്റേ ദിവസം നമ്മൾ തിരിച്ചു പോവുകയത്. അതേപോലെ നമുക്കെല്ലാ ചർച്ചുകളിലും നമുക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഈ ചർച്ചുകളിൽ ഞാൻ എടപ്പള്ളിയുള്ള സമയത്ത് എടപ്പള്ളിയിൽ അവിടെ ചർച്ചിലൊക്കെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാണാൻ നല്ല കാഴ്ചയുള്ള ഭംഗിയുള്ള സ്ഥലമല്ലേ. ഇത് തന്നെ ഫുൾ വൈറ്റായിട്ട്. ബാക്കി എല്ലാവരുടെയും നമ്മളിങ്ങനെ കാണാറില്ല ഇത്രയും വെടിപ്പായിട്ട്. അതും തമിഴ്നാട്ടിലാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇതാണ്. കൂടുതൽ ആളുകൾ കേരളത്തിൽ നമുക്ക് ഒരുപാട് ചർച്ചുകളുണ്ടെങ്കിലും ഈ വേളാങ്കണ്ണി എന്നുള്ളത് കേരളത്തിലെ ആളുകൾ പോലും കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. അതുപോലെ ഒരുപാട് നേർച്ചകൾ നേരുന്ന സ്ഥലമാണ്. ഇതിൻ്റെ ഹാളാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്രോഗ്രാമുകൾ, ഇങ്ങനെ പാട്ടുകൾ, അതേപോലെ ഒരുപാട്
പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, ചിലർ വന്ന് പ്രാർത്ഥിക്കുന്നു, ചിലർ കാഴ്ചകൾ കാണാൻ വരുന്നു, വീഡിയോ എടുക്കുന്നു. അച്ഛന്മാർ അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല കാണാനുള്ള കാഴ്ചകളാണ്. എൻ്റെ കൂടെയുള്ള ചങ്ങായിമാരാണ്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ടല്ല. നിങ്ങളെ പറയാൻ എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയല്ലേ കാണാൻ? ഇത്രയും വലിയ ഒരു സ്ഥാപനം വേളാങ്കണ്ണി നല്ല കാഴ്ചയാണ്. പോകുന്നവർക്കെല്ലാം കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റും, അതേപോലെ അവിടെ താമസിക്കാൻ പറ്റും. ഒരു സ്ഥലം മാത്രമല്ല, ചർച്ച് പോലെ ഒരു സ്ഥലം മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങൾ. അത് നടക്കാനുണ്ട്. ഇപ്പം ഫോട്ടോ എടുക്കാനുള്ള ഫോട്ടോഷൂട്ടിന് വരെ സ്ഥലമുണ്ട് ഞങ്ങൾക്ക്. ഒരുപാട് പാർക്കുകൾ ഇരിക്കാൻ. ഞാൻ ഈ പോകുന്ന സമയത്ത് നിങ്ങൾ ചുറ്റുപാട് സൈഡൊക്കെ നോക്കിയാൽ മതി. എല്ലാവിടെയും അലക്കിയ സാധനങ്ങൾ ആറിയിട്ടിട്ടൊക്കെ കാണാൻ പറ്റും. ഈ മുമ്പിൽ തന്നെ കണ്ടാ, ചുറ്റിനും പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അങ്ങനത്തെ വെയിലാണ്, പൊരി വെയിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി നോക്ക്. ഐസൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു വാങ്ങണ്ട, ഇപ്പം വാങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയുക, ചിലപ്പോൾ നല്ലതല്ലെങ്കിൽ നമുക്ക് തടിക്ക് കേടാവും, നമുക്ക് നല്ല ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെയും കൂട്ടി അങ്ങനെ അങ്ങ് വിട്ട്. ഒരുപാട് ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറ, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കാ അല്ലെങ്കിൽ കാര്യങ്ങളുള്ളതുപോലെ പറ. അപ്പോൾ പോകുന്നവർ പോവുക, പോകാതിരിക്കുന്നവർ വീഡിയോ കാണുക. എന്നാൽ ശരി, ഓക്കെ, താങ്ക് യു.